ഹായ് ഫ്രണ്ട്സ്, എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നു ജൂലൈ മാസത്തിലാണെന്ന് തോന്നുന്നു ഞാനൊരു ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നത്. അന്നീ പറഞ്ഞ പോലെ എല്ലാവരും ഹർഷയോടെ പോയി കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ മെസ്സേജസ് വന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോസ് ചെയ്തത്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്തെങ്കിലും ഒരു ബിസിനസ് നോക്കണം, ഇപ്പം ഞാൻ എന്താ പറയുക എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുവാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. എനിക്ക് തോന്നുന്നു 1 ഇയർ എങ്ങാണ്ട് ആയിട്ടുണ്ട് അത് ഏകദേശം. പിന്നെ എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാനും സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇപ്പം നിലവിൽ വീട്ടിലാണ്. വണ്ടിയിലേക്ക് കയറിയിരിക്കുന്നതുകൊണ്ട് ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടല്ല, ജസ്റ്റ് ഒന്ന് കയറിയിരുന്നു എന്നുള്ളൂ. കുറച്ചൊക്കെ ഓടിക്കാൻ അറിയാം, എങ്കിൽ പോലും ഒരുപാടൊന്നും ഓടിക്കാൻ അറിയില്ല കേട്ടോ. ഞാൻ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ എന്താണ് ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ വാക്ക് പാലിക്കണമല്ലോ അല്ലേ. അപ്പം ഞാനൊരു വീഡിയോ എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു എന്തെങ്കിലും ഒരു ജോലി കാര്യങ്ങളിലേക്ക് വരണം. നിലവിൽ ഞാൻ മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്താ പറയുക, എന്ത് ജോലിയാണെങ്കിൽ പോലും നമ്മുടെ പാഷൻ എന്ന് പറയുന്നത് ബിസിനസ്സാണല്ലോ. ഒരു പക്ഷേ നിങ്ങളെങ്ങനെയാണല്ലോ എന്നെ പരിചയപ്പെട്ടത് അല്ലേ. ചോക്ലേറ്റ് ചെയ്യുന്നതിലൂടെയും പിന്നെ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്ത് ആ ഒരു അറിവ് വെച്ചിട്ടാണ് നിങ്ങളെല്ലാവരും എന്നെ അറിഞ്ഞത്. പിന്നെ നമ്മുടെ അടുത്തുള്ളവർക്ക് പിന്നെ നമ്മളെ അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ഒത്തിരി ആളുകൾ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ടൗണിലൊക്കെ ഇറങ്ങുമ്പോൾ ചോദിക്കാറുണ്ട്, ഇപ്പോൾ FBയിൽ കാണാറില്ലല്ലോ ഹർഷയെ എവിടെ പോയി എന്നൊക്കെ ചോദിക്കും. അപ്പം ഞങ്ങൾ പോയിട്ടൊന്നുമല്ല, ഇവിടെ തന്നെയുണ്ട്. അല്ലെങ്കിൽ ഫേസ്ബുക്ക് തുറക്കുമ്പോൾ തന്നെ നിങ്ങളെയാണല്ലോ കാണുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. പക്ഷെ അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരുപോലെ ആയിരിക്കില്ലല്ലോ അല്ലേ. എപ്പോഴും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. ഇടയ്ക്കിടയ്ക്ക് മനുഷ്യരല്ലേ, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനും സാധിച്ചുവെന്ന് വരില്ല. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ്. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് എൻ്റെ FB പോസ്റ്റും കാര്യങ്ങളും യൂട്യൂബ് വീഡിയോസൊക്കെ അറിയുന്നവർക്കറിയാം. ഞാനൊരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സൗത്ത് ഇന്ത്യയിൽ റിസൾട്ട് മേടിക്കാനൊക്കെ എനിക്ക് സാധിച്ചായിരുന്നു എന്നുള്ളത്. പിന്നെ ചെറിയ ചെറിയ അതും ഇഷ്യൂസും കാര്യങ്ങളുമായിട്ട് പിന്നെ എന്ത് ചെയ്യണം, മൈൻഡ് ഡൗൺ ആയി, ഞാനൊന്നിനും പോകുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ജോലിക്ക് കയറിയത്. കുഴപ്പമില്ല, അൽഹംദുലില്ലാ, നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ പാഷൻ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണല്ലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ പാഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് സെല്ലിങ്ങാണ്. ഇപ്പോൾ സാധാരണ ഞാൻ ഒത്തിരി കേൾക്കാറുണ്ട് കേട്ടോ, ഡയറക്റ്റ് സെല്ലിങ് ഇൻഡസ്ട്രിയിൽ എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല, എൻ്റെ സമയം പോയി, ടൈം പോയി, അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ പൈസ പോയി എന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. അതൊക്കെ ശരിയാണ്, പൈസ ചിലപ്പം നമ്മൾ ചെയ്യേണ്ട രീതിയിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ പൈസ പോകും, എല്ലാം ഓക്കെ. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്താണെന്ന് അറിയെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഡയറക്റ്റ് സെല്ലിങ് എന്ന് പറയുമ്പം വലിയൊരു പാഷനാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ അതൊന്നും എന്നെ സംബന്ധിച്ചൊരു നഷ്ടബോധം എന്ന് ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാലേ, ഞാൻ വീട്ടിൽ സാധാരണ ഒരു വീട്ടമ്മയാണ്. അപ്പം ഞാൻ ഈ വീട്ടിലിരുന്ന സമയത്താണ് ഞാനൊരു ഇൻഡസ്ട്രീനെ പരിചയപ്പെടുന്നത്. അപ്പം നമുക്കറിയില്ല, നമ്മളൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വർഷം കൊണ്ട് നമുക്ക് സക്സസ് ആവാൻ പറ്റുമോ? സക്സസ് ആവാൻ പറ്റുമായിരിക്കും, പറ്റുന്ന ആളുകളും കാണും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, എനിക്ക് 1 വർഷം കൊണ്ടൊന്നും എൻ്റെ ബിസിനസ് സക്സസ് ആക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. അപ്പം ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നു, 1 ഇയർ വർക്ക് ചെയ്തു, അല്ലെങ്കിൽ 4 ഇയർ വർക്ക് ചെയ്തു, 5 ഇയർ വർക്ക് ചെയ്തു എന്നൊക്കെ പറയുമ്പം അതിൽ കിട്ടുന്ന റിസൾട്ടുകളായിക്കോട്ടെ, ആളുകൾ ഇതിൽ നോക്കുന്നതിനാണോ, അതിൽ കിട്ടുന്ന ഇൻകം മാത്രമാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു പൈസ എന്നുള്ളത് മാത്രമല്ല ഇമ്പോർട്ടൻറ്റ്. ഞാൻ അങ്ങനെ വാല്യൂ കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഡയറക്റ്റ് സെല്ലിങ്ങിൽ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടല്ലേ, ഞാനൊരു ഫോൺ യൂസ് ചെയ്യാൻ പോലും അറിയില്ലാത്ത ഒരാളായിരുന്നു. എന്നെ ഈ ഒരു വീഡിയോ ഒന്ന് എടുക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് വന്നതുകൊണ്ടാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്കറിയുന്ന ഫ്രണ്ട്സിനോടോ വീട്ടിൽ നമ്മുടെ റിലേഷൻഷിപ്പിലുള്ളവരോടൊക്കെയാണ് നമ്മൾ സംസാരിക്കാറുള്ളൂ കൂടുതലും. അതല്ലാതെ പുറമേ ഇറങ്ങി സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കാനോ ഇതൊന്നും എനിക്കറിയാവുന്നൊരു കാര്യമല്ല. പക്ഷേ ഞാനൊരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് വന്നതുകൊണ്ട് എനിക്കെന്ത് ചെയ്യുക, അതെല്ലാം ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന ആളുകൾ, നിങ്ങൾ ഈ പറഞ്ഞ വരുമാനം കിട്ടുക മാത്രം എന്ന് പറഞ്ഞൊരു വശം മാറ്റി നിർത്തിയിട്ട്, അത് നമ്മളെന്തായാലും വർക്ക് ചെയ്ത് നമ്മുടെ കമ്പനിയുടെ സിസ്റ്റം പ്രകാരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം കിട്ടും. പക്ഷേ ഇതിൽ നമുക്ക് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്.
ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാൻ പറ്റും, പ്രസൻറ്റേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാൻ പറ്റും, ആളുകളുടെ മുന്നിൽ സംസാരിക്കാനായിട്ട് അല്ലേ, നേർക്ക് നേരെ നിന്ന് സംസാരിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാകും, ആളുകളെ നമുക്ക് എന്ത് ചെയ്യുക ഹെൽപ്പ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാകും. ഇങ്ങനെയുള്ള ഒത്തിരി പോസിറ്റീവ് വശങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലുണ്ട്. എന്നാൽ നെഗറ്റീവ് വശങ്ങളുണ്ടോ? അതും ഉണ്ട് താനും. അപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വന്നു. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വർക്ക് ചെയ്തു. ഒരു പക്ഷേ വേറൊരു വ്യക്തിയാണെങ്കിൽ ഇതിൽ കൂടുതൽ അച്ചീവ്മെൻറ്റുകളോ ഇൻകോ ഒക്കെ അവർക്ക് മേടിക്കാൻ പറ്റും, അത് അവരുടെ സ്കില്ലാണ്. പക്ഷെ ഞാൻ എൻ്റെ സ്കില്ല് വെച്ചിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ സിറ്റുവേഷന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്കതിൽ നിന്നും കുറേ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നേടാനായിട്ട് സാധിച്ചു. പക്ഷെ ഒരു സമയത്ത് എനിക്കിതിൽ നിന്നും പിന്മാറി നിൽക്കേണ്ട വന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, എല്ലാ പ്ലാറ്റ്ഫോമിലും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആയിരിക്കില്ല എപ്പോഴും അല്ലേ. അപ്പോൾ ചില കാര്യങ്ങളോട് നമുക്ക് യോജിക്കാൻ പറ്റാതെ വരുന്ന സമയങ്ങൾ നമുക്ക് ഒരുപക്ഷെ അതിൽ നിന്നും പിന്മാറി പോകേണ്ടതായിട്ട് വരും. പക്ഷേ പിന്മാറിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം നമ്മൾ എന്ത് ചെയ്യുക, ഇല്ലാതെയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് നമ്മൾ പോസിറ്റീവായിട്ട്, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ മെൻ്റലി സ്ട്രെസ്ഡ് ആയിരുന്നു. ഒരു 1 ഇയർ ശരിക്കും മെൻ്റലി സ്ട്രെസ്ഡ് ആയിരുന്നു. കാരണം ഞാൻ അത്രയും ഡ്രീം കണ്ടുകൊണ്ടുവന്നിരുന്നൊരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി, അത്യാവശ്യം ഇൻകം ഏൺ ചെയ്യാൻ പറ്റി. പക്ഷേ ഞാനൊരു ലോങ് ഡ്രീം കണ്ടിട്ടാണ് ഞാനൊരു പ്ലാറ്റ്ഫോമിൽ വന്നത്. പക്ഷേ എനിക്കത് കംപ്ലീറ്റ് എനിക്ക് എൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടും ആ ഒരു സമയത്ത് നമുക്കൊരു പ്രശ്നങ്ങൾ വന്ന സമയത്ത് നമ്മൾ കൈപിടിച്ച് ഉയർത്തി കൊണ്ടുപോകാനോ ഇല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മോട്ടിവേഷൻ തന്ന് നമ്മളെ പിക്കപ്പ് ചെയ്യാനോ നമുക്ക് ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ സ്ട്രെസ്ഡ് ആയിപ്പോയി. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മൾ സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്തോ ഡൗൺ ആയിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പരാജയപ്പെടുന്ന സമയത്തോ നമുക്ക് ആരും ഉണ്ടാവില്ല, നമ്മൾ തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ തന്നെ പിക്കപ്പായി എണീറ്റ് പോകണം അല്ലേ, ബൗൺസ് ബാക്ക് ചെയ്യണമെന്ന് പറയും. നമ്മൾ ബൗൺസ് ബാക്ക് ചെയ്ത് നമ്മൾ എണീറ്റ് പോകുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടില്ല അല്ലേ. ഇപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എങ്ങനെയാണ്, നമുക്ക് ഒരുപാട് ബ്ലോക്ക് വരും. അത് ഫാമിലിയിൽ നിന്നായിക്കോട്ടെ, ഫ്രണ്ട്സിൽ നിന്നായിക്കോട്ടെ, നൈബേഴ്സിൽ നിന്നായിക്കോട്ടെ, സമൂഹത്തിൽ നിന്നായിക്കോട്ടെ, ബിസിനസ്സിൽ നിന്നായിക്കോട്ടെ, ഒക്കെ ചിലപ്പോൾ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ആ പ്രശ്നങ്ങൾ അതിജീവിച്ചതിന് ശേഷം നമുക്കൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നമ്മൾ, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അത് പറഞ്ഞുകൊണ്ടിരുന്നൊരു വ്യക്തിയായിട്ട് എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ഇനി ഒരു പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുന്നില്ല, ഇനി മുന്നോട്ട് പോവില്ല എന്നുള്ളത് എൻ്റെ സ്ട്രെസ്സിൻ്റെ കുഴപ്പം, ഞാൻ തന്നെ ചെയ്യുന്നില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിൽ നിന്നൊരു വ്യക്തിയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ കൂടുതലും പ്രശ്നങ്ങളിലേക്കാണ് കൊണ്ടുപോയി എത്തിക്കുന്നത്. കാരണം നമ്മളത് സ്ട്രെസ്ഡ് ആവും, നമുക്ക് എത്താൻ പറ്റാത്തതിൻ്റെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് വരും, നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കുറേ പ്രശ്നങ്ങൾ വരും. അപ്പം നമ്മളെ മെൻ്റലി എന്തായാലും സ്ട്രെസ് ആയിക്കൊണ്ട് നമ്മൾ ഓരോ ദിവസവും ചെല്ലുന്തോറും ഓരോ അസുഖങ്ങളും കൂടി നമുക്ക് വരാനുള്ളൊരു ഇടയുണ്ട്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെപ്പോലെ തന്നെയായിരിക്കും ഇപ്പോൾ നിങ്ങളും അല്ലേ, കുറേ പേര് എനിക്കറിയാം, പേഴ്സണലി എനിക്കറിയാവുന്ന ഒത്തിരി ആളുകളുണ്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലോ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലോ നല്ല ആക്റ്റീവായിട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അവിടെയുള്ള പ്രശ്നങ്ങൾ കാരണം അവർ ബാക്കപ്പായിട്ട് നിൽക്കുന്നു. പിന്നെ ഇനി പുതിയൊരു പ്ലാറ്റ്ഫോം എടുക്കാൻ പേടിയായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ഞാനും അങ്ങനെ തന്നെയാണ്. പേടിയില്ല എങ്കിൽ പോലും പ്ലാറ്റ്ഫോം എടുക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പറയുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാം അല്ലേ. അപ്പം നമുക്കവിടെ എക്സ്പീരിയൻസ്ഡ് ആണ്. ഞാൻ പറഞ്ഞ അതിൽ വരുമാനം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാറ്റഗറിയാണ്. അവിടെ കിട്ടുന്ന കുറേ എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക് ജീവിതത്തിൽ. അതൊന്നും നമുക്ക് ഒരു സ്ഥലത്ത് പോയാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ജോലി ചെയ്താലും ഇത്രയും വലിയ എക്സ്പീരിയൻസ്, നെറ്റ്വർക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് തോന്നുന്നത് ഒരു ജോലിയിൽ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പാഷനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. പക്ഷേ ഇവിടെ ഒത്തിരി നെഗറ്റീവ് ഉണ്ട്, ഒരുപാട് പോസിറ്റീവ് ഉണ്ട്. ഒരു പക്ഷേ കമ്പനി പോസിറ്റീവ് ആണെങ്കിൽ ലീഡേഴ്സ് നെഗറ്റീവ് ആയിരിക്കും, ലീഡേഴ്സ് പോസിറ്റീവ് ആണെങ്കിൽ കമ്പനി നെഗറ്റീവ് ആയിരിക്കും. ഇത് രണ്ടും കൂടി യോജിച്ച് വരുന്ന ഒരു പ്ലാറ്റ്ഫോം ഒരിക്കലും നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മളവിടെ എന്താ ചെയ്യുക, നമ്മളതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്ന് മാത്രമേ ഓപ്ഷനുള്ളൂ. അപ്പോൾ നമുക്ക് ലോങ് ടൈം നിൽക്കുന്ന ഒരു കമ്പനി ആണെന്ന് പ്രൂഫായി കഴിഞ്ഞാൽ, നല്ല പ്രൊഡക്റ്റ് ആണെന്നൊക്കെ പ്രൂഫായി കഴിഞ്ഞാൽ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാമെന്നുള്ളതാണ് നമുക്കതിൽ എടുത്തു പറയാനുള്ളൊരു കാര്യം. അപ്പം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് പരാജയപ്പെട്ടു എന്നുകൊണ്ട് നമ്മൾ അടുത്തൊരു പ്ലാറ്റ്ഫോം എടുത്തു എന്നുള്ളതുകൊണ്ട് ഒരു തെറ്റുമില്ല. ഒത്തിരി ആളുകൾ പറയാം, നീ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത് കഴിഞ്ഞിട്ട് ഇതായോ എന്നൊക്കെ. അതൊക്കെ നമ്മുടെ ഇൻട്രസ്റ്റ് ആണ്, നമുക്ക് ഏതാണോ സേഫ് അത് നമുക്ക് എടുക്കാം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു, എനിക്ക് ഒന്നും അറിയില്ല, ഞാൻ വീട്ടമ്മയാണ്, വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്, എനിക്കൊന്നും അറിയില്ല. അപ്പം ഞാനൊരു കമ്പനി എടുത്തു, അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു.
ഒരു 1 ഇയർ നിന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. അടുത്തൊരു കമ്പനി ചെന്നപ്പോൾ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. കാരണം എന്താ, ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിനെ പെർഫോം ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം ഒരുക്കിയത്. അപ്പോൾ അത് നമ്മളെ ജീവിതത്തിൽ ഓരോ എക്സ്പീരിയൻസും നമ്മൾ എടുക്കുന്ന പോലെയായിരിക്കും. അതല്ലാതെ ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ്, എനിക്ക് ആ ആറ്റിറ്റ്യൂഡായിരുന്നു. ഞാൻ ഇനി ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു. പക്ഷെ അത് തെറ്റാണെന്ന് എനിക്കറിയാം, തെറ്റാണ് എന്നെനിക്കറിയാം, ഒളിച്ചോട്ടമാണെന്നെല്ലാം എനിക്കറിയാം. എങ്കിൽ പോലും ആരോടൊക്കെയുള്ള ഒരു റിവെഞ്ച് പോലെ, അല്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെയുള്ള റിവെഞ്ച് പോലെയൊക്കെയാണ് എനിക്ക് അന്ന് ഫീൽ ചെയ്തത്. പക്ഷെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മളെ സക്സസ്സിലെത്തിക്കാനും നമ്മൾ വിജയിക്കണം എന്നൊക്കെ ചിന്തിക്കാൻ ആരുള്ളൂ? നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയത് നമ്മുടെ ലക്ഷ്യമാണെങ്കിൽ നമുക്ക് ഏത് സാഹചര്യവും അതിനായിട്ട് വഴിമാറുമെന്ന് നമ്മളെപ്പോഴും കേൾക്കാറുണ്ടല്ലേ. അതുപോലെ തന്നെയാണ് ഇന്നിപ്പം എന്തെങ്കിലുമൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വലിയ ഇതിലേക്കൊന്നും എത്താനായിട്ട് ഞാൻ തുടങ്ങിയുള്ളൂ. ഒരു വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മുന്നോട്ട് പോകണം, നല്ല രീതിയിൽ പോകണം എന്നാണ് ആഗ്രഹം. ചെറിയൊരു അച്ചീവ്മെൻ്റൊക്കെ നേടാനായിട്ട് പറ്റി. അപ്പം ഇന്ന് പേര് വീഡിയോ എടുക്കാൻ കാരണം ഞാൻ എന്ത് ചെയ്യുവാണ് എന്ന് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ FB ഫ്രണ്ട്സുകളാണ് എന്നെ ഞാനാക്കിയത്. എനിക്കത് 100% നിങ്ങളോട് പറയാൻ പറ്റും. കാരണം എനിക്ക് ഫാമിലിയിൽ നിന്നോ ഫ്രണ്ട്സിൽ നിന്നോ ഒന്നും കിട്ടാത്തൊരു സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ മോട്ടിവേഷനാണ് ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കാനുള്ളൊരു കാരണവും തന്നെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കാണാത്ത ഒത്തിരി ആളുകൾ എന്നെ അന്വേഷിക്കുന്നുണ്ട്. ഇങ്ങനെ ഇരുന്നാൽ പോരാന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ നന്ദി പറയുന്ന ഒരു അവസരത്തിൽ എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും ഈ സമൂഹത്തിന് വേണ്ടി. അപ്പോൾ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വരുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഏത് കമ്പനി ആയിക്കോട്ടെ, അതൊന്നും എന്നെ സംബന്ധിച്ചൊരു ഓപ്ഷനല്ല. ഏതെങ്കിലും ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഓപ്ഷൻ. കാരണം ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ ഞാൻ അങ്ങനെയുള്ളൊരു കമ്പനി വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അല്ലാതെ എനിക്കൊരു ജോലിക്ക് പോയാൽ ചിലപ്പോൾ അത്രത്തോളം ഹാപ്പി ആയിട്ടിരിക്കാനൊന്നും സാധിച്ചു എന്ന് വരില്ല. കാരണം ഇവിടെ എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം, എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ചെയ്യാം. ഞാൻ വീട്ടമ്മയാണ്. അപ്പോൾ എൻ്റെ ലിമിറ്റേഷൻ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ആ ഒരു രീതിയിലുള്ള ജോലി കിട്ടിയാലോ അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഇൻഡസ്ട്രിയിൽ, ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വരുമാനം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് അടിച്ചിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറയുവാണ്, ഇവിടെ വരുമാനം എന്നുള്ളത് ഓക്കെ, നമ്മൾ പണിയെടുക്കുന്ന വരുമാനത്തിന് വേണ്ടിയാണ് ഓക്കെ. പക്ഷേ എന്നാന്ന് വെച്ചാൽ ഇത് ജീവിതത്തിൽ നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കമ്പനി ആയിക്കോട്ടെ, നല്ലൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്താൽ അതനുസരിച്ചിട്ട് നമുക്ക് ഇൻകം കിട്ടും. അത് 100% ഉറപ്പാണ്. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യണം. ചെയ്യാതിരുന്നിട്ട് നമുക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഗവൺമെൻറ് നല്ല രീതിയിൽ ഈ ഒരു കമ്പനീനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കമ്പനീനെ അല്ല, ഇൻഡസ്ട്രീനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു ഇൻഡസ്ട്രിയിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഡയറക്റ്റ് സെല്ലിങ്ങിൽ വരുന്ന പോസിറ്റീവിനെ ഒന്ന് ആസ്വദിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് പോകില്ല. അത് 100% ഉറപ്പാണ്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ഇത് എൻ്റെ ഒരു തുടക്കമായിരിക്കട്ടെ. എനിക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ബോറടിയായിട്ട് ഞാനുണ്ടാവും കൂടെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് കുറേ നിന്നെയും കൊണ്ട് രക്ഷയില്ല, FB തുറന്നു കഴിഞ്ഞാൽ നിന്നെ കാണാനേ നേരമുള്ളൂ എന്നൊക്കെ പറയുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ എന്താ പറയുക, അൺഫോളോ ചെയ്തിട്ട് പോവുക. ബോറടിക്കുന്നില്ലെങ്കിൽ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ യൂട്യൂബ് വീഡിയോസ്. കാരണം ചെറിയ ചെറിയ ഇൻഫർമേഷൻസൊക്കെ നമുക്കറിയാവുന്ന രീതിയിൽ ഇടുക, അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വലിയ അറിവോ കാര്യങ്ങളൊന്നും എന്താ പറയണേ ഈ ഒരു മേഖലയെ കുറിച്ചൊന്നുമില്ല. എങ്കിലും എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ആരെങ്കിലും ഒരു 100 രൂപയാണെങ്കിലും മേടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഏറ്റവും വലിയൊരു കാര്യമല്ലേ. അപ്പോൾ ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.